സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാഗസൈരന്ധ്രി ദേവി ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകെ ഇവരുടെ വീഡിയോകളും ഇവരെക്കുറിച്ചുള്ള വീഡിയോകളും ചില കമൻസിന് ഈ സന്യാസിനിയുടെ റിയാക്ഷൻ വീഡിയോയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ വിഷയം മനസ്സിലാകും. ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു ഡ്രസ് കോഡ് ഒരു ഹിന്ദു സന്യാസിനിയുടേതാണ്. കാഴ്ചയ്ക്കൊരു സന്യാസിനിയുടെ രീതി ഒരു ഡ്രസ് കോഡാണ്. ഇവരെക്കുറിച്ചുള്ളൊരു വീഡിയോ അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ഡീറ്റെയിലേക്ക് പോകുന്ന വീഡിയോ. അപ്പോൾ ഒരു കാടിൻ്റെ പ്രതീതി തോന്നുന്ന ഒരു സ്ഥലത്താണ്, അതായത് ഒരു വന പ്രതീതിയുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു പ്രത്യേകത, നമ്മുടെ സോഷ്യൽ മീഡിയയെക്കുറിച്ച്, ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഈ സന്യാസിനി എന്ന് പറയുന്ന വ്യക്തി നല്ല അവബോധമുള്ളൊരു സ്ത്രീയാണ്. ആ ഒരു ക്യാമറ ബോധം, അതായത് അവരെ ആ വീഡിയോകൾ അവരെ ചിത്രീകരിക്കുമ്പോഴും അവരുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ആ ഒരു ക്യാമറ സെൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ നോട്ടവും ചലനവും ആ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന വ്യക്തിയെ പോലെ തന്നെ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ പോലെ തന്നെ ഈ സന്യാസിനിക്കും ഉത്തമ ബോധ്യമുണ്ട്. ഒരു മീഡിയയെക്കുറിച്ചൊരു അവബോധമുള്ളൊരു സന്യാസിനിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസ് നിങ്ങളും ശ്രദ്ധിച്ചിരിക്കും, ഞാൻ കണ്ടു. അപ്പോൾ അതിലൊരു ലൈംഗിക രോഗ വിദഗ്ധയുടെ, ലൈംഗിക രോഗമല്ല, ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധയുടെ രീതിയിലാണ് അവരുടെ സംസാരം. പക്ഷേ ലൈംഗിക രോഗ വിദഗ്ധൻ മാന്യമായ സഭ്യമായ ഭാഷയായിരിക്കും അത്തരമൊരു ഡോക്ടർ മറുപടി പറയുമ്പോൾ ഉപയോഗിക്കുക. പക്ഷേ ഇവരുടെ വർത്തമാനം എരിയും പുളിയും ഒക്കെ ചേർന്നതാണെന്നേ ഉള്ളൂ. നിങ്ങളിൽ പലരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന പലരും ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് പുറത്ത് പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സന്യാസിനിയുടെ ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തിക്ക് യോജിച്ചതാണോ ഈ റിയാക്ഷൻ വീഡിയോസിൽ ഇവർ പുറത്തുവിടുന്ന, ഇവരുടെ വായിലൂടെ പുറത്തു വരുന്ന ഈ വർത്തമാനങ്ങളൊക്കെ എന്ന് ഒരു എളിയ സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇവരെക്കുറിച്ച് ധാരാളം വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമാണ്. നിങ്ങളിൽ പലരും പലരല്ല, മിക്കവരും ഇത് കണ്ടിരിക്കും. അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ.